അയാൾ കൂട്ടിയിടിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നിൽ വന്നപ്പോ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒഴിഞ്ഞു മാറി. അല്പം ക്രോധം കലർന്ന ഭാവത്തോടു കൂടിയിട്ട് അവനെ ഇരുത്തി ഒന്ന് നോക്കി. അമർഷം നമ്മൾ അമർഷത്തിലായി. നമ്മുടെ വഴി തടസ്സപ്പെടുത്താനാണോ അവൻ എതിരെ ഓടി വന്നത്? അല്ല, അവൻ ഓടി വന്നപ്പോ എതിരെയായി പോയി, അത് തടസ്സം സൃഷ്ടിച്ചു. ആ സമയത്ത് അയാൾ അവിടുന്ന് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. മനഃപൂർവമല്ല, അയാളുടെ ഇന്റൻഷൻ മോശമായിരുന്നില്ല, നമ്മളെ തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ലേ അല്ല. പക്ഷെ അത് നേരിട്ട് നമ്മുടെ അമർഷത്തിന് കുറവൊന്നും ഉണ്ടായില്ല. അപ്പൊ ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രാഗദ്വേഷങ്ങളാണ് ജന്മജന്മാന്തരങ്ങളെ ഉണ്ടാക്കുന്നത്. ഒരു ജന്മത്തിൽ നിന്ന് മറുജന്മത്തിലേക്കും അതിന്റെ അടുത്ത ജന്മത്തിലേക്കും ഇങ്ങനെ പരമ്പരയായിട്ടുള്ള സംസരണം എന്ന് പറയുന്നതായിട്ടുള്ള പുനർജന്മ പ്രാപ്തി നമുക്ക് അനേകം പ്രാവശ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനെല്ലാത്തിനും കാരണം ദോഷങ്ങളാണ്. ശാസ്ത്രം പറയുന്നതാ, ദോഷങ്ങളാണ്. എന്താ ദോഷങ്ങൾ എന്ന് വെച്ചാ രാഗദ്വേഷമോഹാഹാ ദോഷാഹ. രാഗദ്വേഷമോഹങ്ങളെയാണ് ദ്വേഷം എന്ന് പറയുന്നത്. ഇവിടെ മോഹം എന്താ? അവൻ വന്ന് എന്റെ മാർഗത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് മോഹം. അജ്ഞാനമല്ലേ? പറഞ്ഞ എന്താ? അവൻ എന്റെ മാർഗത്തെ തടസ്സപ്പെടുത്തി. അവൻ തടസ്സപ്പെടുത്തി എന്നുള്ളതായ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, അതിലൊരു അജ്ഞാനമുണ്ട്. എന്താ അജ്ഞാനം? അവനത് ഏതാണ്ട് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയ പോലെയാണ് നമ്മൾ അതിനെ കണ്ടത്. അതാണ് അതിലത്തെ അജ്ഞാനം. ആ അജ്ഞാനത്തിൽ നിന്ന് നമുക്ക് അവനോട് ദേഷ്യമുണ്ടായി, അമർഷമുണ്ടായി എന്ന് മാത്രമല്ല, വാക്കുകളൊന്നും ഉച്ചരിച്ചില്ലെങ്കിലും കണ്ണുകൾ കൊണ്ട് നമ്മൾ അത് പ്രകടിപ്പിച്ചു. അവിടെ നോക്കി, നമുക്ക് വലിയ സാമർഥ്യം ഉണ്ടായിട്ടും ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്ന സമയത്ത് നമ്മളിലുണ്ടായ അമർഷവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ളതായ വിചാരങ്ങളും, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള വിചാരങ്ങളും അതിനെ തുടർന്നുള്ളതായ അമർഷവും അതിന്റെ പ്രകടീകരണവും നമ്മുടെ മുന്നോട്ടുള്ള ഗതിയെ സാരമായിട്ട് ബാധിച്ചു. തീവ്ര സംവേഗം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? നമുക്ക് ദേഷ്യപ്പെടാതെ ഇരിക്കാമായിരുന്നല്ലോ, അമർഷം ഉണ്ടാവാതിരിക്കാമായിരുന്നല്ലോ. എങ്ങനെ? അജ്ഞാനപൂർണമായിട്ടല്ല ചിന്തിച്ചിരുന്നതെങ്കിൽ, അല്ലെ, അജ്ഞാനപൂർണമായിട്ട് ചിന്തിക്കാതിരുന്നുവെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കായിരുന്നല്ലോ. ഞാൻ ഓടുന്ന പോലെ അവൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. എനിക്കെന്റെ ലക്ഷ്യമുള്ള പോലെ അവനും അവന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്തു പറ്റി? മനഃപൂർവമല്ലെങ്കിലും യദൃച്ഛയാ, യാദൃച്ഛികമായിട്ട് ഞങ്ങൾ തമ്മില് കൂട്ടിമുട്ടുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് വന്നു. കൂട്ടിമുട്ടിയില്ല. വളരെ നല്ലത്. അവനും ഒഴിഞ്ഞു മാറി, ഞാനും ഒഴിഞ്ഞു മാറി എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ അമർഷം ഉണ്ടാവുമായിരുന്നില്ല. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ ആ ഒരു താളം ഉണ്ടല്ലോ, ആ താളപ്പിഴയായിട്ട് മാറുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുത്തമുള്ള മനസ്സോട് കൂടിയിട്ട് ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളാൽ വിലയിരുത്തപ്പെടണമെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തണം. പാകപ്പിഴകൾ നിറഞ്ഞതായ ഈ ലോകത്ത്
അതിലത്തെ ഒരു കണ്ണിയായി ജീവിക്കുന്ന നമ്മൾ ഓർക്കണം എന്ത്, എല്ലാവരും അവരവരുടേതായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് ഈ ലോകത്ത് ജന്മം നേടിയിരിക്കുക. ഇവരെ എല്ലാവരെയും കാണുന്നതായ ഒരു കണ്ണ് ഈ ലോകചക്രത്തിലുണ്ട്. ലോകസ്യ ചക്ഷുഹു, ലോകത്തിന്റെ ചക്ഷുവ ആരാ? സൂര്യൻ. ചിലടത്ത് പറഞ്ഞു സൂര്യചന്ദ്രന്മാർ ചക്ഷുക്കളാണ്. അവിടെ രണ്ട് കണ്ണുകളെ പറഞ്ഞിരിക്കുക. ഒരു കണ്ണ് സൂര്യൻ, മറുകണ്ണ് ചന്ദ്രൻ. അതിതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. എവിടെയാണോ നമ്മുടെ പ്രിമൈസിൽ നമ്മുടെ ക്യാമറ വിന്യസിച്ചിരിക്കുന്നത്, അവിടെ നമ്മളൊരു ബോർഡ് വയ്ക്കും. അവിടെ വരുന്നവരുടെ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ്, അവരെ തെര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പരിസരം ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ക്യാമറ ഒപ്പിയെടുക്കും. ആ ഒപ്പിയെടുത്ത ദൃശ്യം അതിന്റെ അകത്തളത്തിൽ ഇരുന്ന് വീക്ഷിക്കുന്നവർക്ക് കാണാൻ പാകത്തിന് അത് റെക്കോർഡ് ചെയ്യപ്പെടും. അങ്ങനെ ഈശ്വരീയമായ വിധാനത്തിൽ അല്ലെങ്കിൽ വിധാനത്തിൽ പ്രവർത്തിക്കുന്നതായ രണ്ട് ക്യാമറകളാണ് എന്ത്? ഭുവനസ്യ ചക്ഷു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകസ്യ ചക്ഷു എന്നും പറയും സൂര്യചന്ദ്രന്മാർ. ഈ ചന്ദ്രൻ ഉണ്ടോ ഇല്ലയോ നമ്മൾ ഓർക്ക് രാത്രി അറിയില്ലെന്ന് വെച്ചോ, സൂര്യൻ എന്തായാലും ഉണ്ടല്ലോ, പകല് നമുക്ക് കാണാലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അല്ലെ, എല്ലാവരും അല്ലെ, നമുക്ക് ലക്ഷ്യമുള്ള പോലെ എല്ലാവർക്കും ലക്ഷ്യമുണ്ടെന്നും നമുക്ക് ഭ്രമിക്കാൻ അവകാശമുള്ള പോലെ അവർക്കും ഭ്രമിക്കാൻ അവകാശമുണ്ടെന്നും രാഗദ്വേഷ മോഹങ്ങളാകുന്ന ദോഷങ്ങൾ നമ്മുടെ ജന്മത്തിന് കാരണമായ പോലെ അവരുടെ ജന്മത്തിന് ആകുന്നു എന്ന പോലെയും ചിന്തിക്കുമ്പോ അവിടെ നമ്മുടെ ഉള്ളിലെ ഒരു സമഭാവന വന്നു. സമഭാവന, ആ സമഭാവനയെ നമ്മൾ പല പ്രയോഗിക്കുമ്പോൾ ആ പല പ്രയോഗിച്ചതിന്റെ ഒരു സംസ്കാരം, പ്രബലമായ സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ പ്രബലമായ സംസ്കാരമാണ് നമ്മളുടെ പാകതയായിട്ട്, നമ്മുടെ പക്വതയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനെയാണ് ഇരുത്തം എന്ന് പറയുന്നത്. ഇരുത്തം, മനസ്സിന്റെ ഇരുത്തം. അപ്പൊ മനസ്സിന്റെ ഇരുത്തം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സംസ്കാരം, അത് ഭക്തിയോഗത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഭക്തിയോഗത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അപ്പൊ ഈ കർമ്മയോഗത്തിന്റെ പോലെ ഈ ജ്ഞാനാർജനത്തിന്റെ പോലെ ഭക്തിയോഗത്തിലും നമുക്ക് സാമർഥ്യം ഉണ്ടായാൽ മാത്രമാണ് സമാധിയുടെ ഫലമായിട്ടുള്ള യോഗഫലം, സമാധി എന്ന് പറയുന്നതായ യോഗഫലം നമുക്ക് ലഭ്യമാകൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്? പ്രണിധാനം ഭക്തിവിശേഷ തേന ഈശ്വരഃ ആവർത്തിതഃ ഈശ്വരഃ തം അനുഗൃഹ്ണാതി. തേന ഭക്തിവിശേഷേണ പ്രണിധാന നാമകേന ആവർത്തിതഃ ഈശ്വരഃ തം അനുഗൃഹ്ണാതി.
നമ്മുടെ ഭക്തിയോഗത്തിന്റെ അനുഷ്ഠാനത്തിൽ സംപ്രീതനായ ഈശ്വരൻ ഇവൻ മുന്നേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴികളെ വിസ്തൃതമാക്കിയിട്ട് നമ്മളെ നേർമാർഗത്തിൽ കൂടി നയിക്കും. പലപ്പോഴും ലക്ഷ്യം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നമ്മൾ ധൃതി പിടിക്കും. ഇന്നും എന്റെ സഹചരനായിട്ടുള്ള സുഹൃത്തിനോട് കൂടിയിട്ട് ഈ വിഷയത്തില് ചർച്ചയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഉദാഹരണം പറയാം. ഒരു വീടിനെ കുറ്റിയടിക്കണം. നിങ്ങൾക്ക് നാളെ പറ്റുമോ? അപ്പൊ കുറ്റിയടിക്കുന്ന അതിനെ ഒരു ശാസ്ത്രനിഷ്ഠമായിട്ടുള്ള കലയായിട്ട് അഭ്യസിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ നാളെയും പോയിട്ട് മറ്റന്നാള് 2 ദിവസം കഴിഞ്ഞ കറുത്ത പക്ഷത്തിൻ്റെതായ ഒരു പ്രഭാവം, ഇപ്പൊ വെളുത്ത പക്ഷമാണ്, പക്ഷെ ഇപ്പൊ കറുത്ത പക്ഷമാണ്. അപ്പൊ അമാവാസ്യയുടേതായുള്ള പ്രഭാവം ഈ കറുത്ത പക്ഷത്തിൽ കൂടി കൂടി വരിക. അപ്പൊ അതിന്റെ മാക്സിമം, അതിന്റെ ക്ലൈമാക്സ് ആണ് ഏത് കറുത്ത വാവ് എന്ന് പറയുന്ന 17-ാം തീയതി. പക്ഷെ അത് 17-ാം തീയതിയോട് കൂടിയിട്ട് അടങ്ങി എന്ന് വിചാരിക്കരുത്. കാരണം ഒരു 2 ദിവസത്തേക്ക് കൂടിയിട്ട് ദഹലി ദീപന്യായ പ്രകാരേണ, അതായത് നടുക്കിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രഭാവം ഇടത്തോട്ടുള്ള പോലെ തന്നെ വലത്തോട്ടും ഉണ്ടാവും എന്നുള്ള രീതിക്ക് ഒരു 17, 18, 19 വരെ കാത്തിരിക്കണം. അപ്പോഴാണ് എന്താ കറുത്ത പക്ഷത്തിന്റെ പൂർണ്ണമായ പ്രഭാവത്തിൽ നിന്ന് വെളുത്ത പക്ഷം എന്ത് ചെയ്യുക, മോചനം നേടുക. ശാസ്ത്രം അങ്ങനെ അനുശാസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ധൃതി കൊണ്ട്, ധൃതി എന്താ, ധൃതി എന്നല്ല പറയണ, ധൃതി, തിടുക്കം, ധൃതി വിട്ടുക, നമ്മുടെ തിടുക്കം കൊണ്ട് കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് തീരെ ആശാസ്യമായിരിക്കില്ല. നമ്മൾ അല്ലെ വളരെ വേഗത്തിൽ തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ തുടങ്ങിയ അതേ സ്പീഡിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയണം എന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മള് അല്ലെ പറഞ്ഞല്ലേ, യഹാ ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതിം. അതുകൊണ്ട് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതോ. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്നുള്ള കാര്യത്തില് ശാസ്ത്രമായിരിക്കണം നമ്മുടെ പ്രമാണം. അപ്പൊ ശാസ്ത്ര പ്രമാണം അനുസരിച്ച് അല്പം കാലഭേദം നമ്മൾ വരുത്തിയാലും, അതായത് നമ്മുടെ വ്യക്തിപരമായ സൗകര്യത്തിൽ അല്പം കാലഭേദം വന്നാലും ആ കാലഭേദം ശാസ്ത്രാനുസാരമായിരുന്നാൽ നമ്മുടെ തുടർന്നുള്ളതായിട്ടുള്ള പുരോഗതിക്ക് അത് അനുകൂലമായിരിക്കും. അപ്പൊ ഈ ശാസ്ത്രത്തിന്റെ പ്രാമാണ്യം എന്താ? ശാസ്ത്രത്തിന്റെ പ്രാമാണ്യമാണ് വേദാന്ത ദർശനം എന്ന് പറയുന്ന ബ്രഹ്മസൂത്രം. അതിന്റെ 1, 2 സൂത്രങ്ങൾ കഴിഞ്ഞാൽ 3, 4 സൂത്രങ്ങളില് ശാസ്ത്ര പ്രാമാണ്യത്തെ വിളംബരം ചെയ്യുന്നുണ്ട്. 3-ാമത്തെ സൂത്രമാണ് ശാസ്ത്രയോനിത്വാദ്.
നാലാമത്തെ സൂത്രമാണ് തത്വസമന്വയാ. ഈ സൃഷ്ടിയുടെ കർത്താവായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ് സൃഷ്ടിസ്ഥിതിയെ സംബന്ധിക്കുന്നതായ ജ്ഞാനവിജ്ഞാനമാകുന്ന വേദങ്ങളുടെ പ്രകാശനത്തിനും കാരണമായിട്ടുള്ളത്. സൃഷ്ടിക്ക് കാരണം ബ്രഹ്മമായിരിക്കുന്നത് പോലെ വേദപ്രകാശനത്തിന്റെ കർത്താവും ആരാണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പൊ സൃഷ്ടി നടത്തുന്ന അതേ കമ്പനി തന്നെയാണ് വേദത്തെ പ്രകാശിപ്പിക്കുന്നത്. എങ്ങനെ? ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഗുണങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനൊരു പേരിടും, നാമകരണം ചെയ്യും. നാമകരണം ചെയ്തിട്ട് ഞാൻ പേരിടൽ കർമ്മം. എന്നിട്ട് അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനോട് എന്തു പാടില്ല, അതിനോട് എന്താണ് വേണ്ടത് എന്ന് വ്യവസ്ഥ ചെയ്യും. അപ്പൊ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും നൽകണം. എന്താണ് വേണ്ടാത്തത് എന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. ആരാ ഇതൊക്കെ നമ്മളോട് പറയണത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്തു പാടില്ല എന്നും എന്തു പാടുണ്ട് എന്നും വിധി നിഷേധ രൂപമായിട്ട് ശാസ്ത്രത്തെ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ ഈ വേദശാസ്ത്രത്തെ സർവജ്ഞാനോപബ്രംഹിതം എന്നാ പറഞ്ഞിട്ടുള്ളത്. സർവജ്ഞാനങ്ങളെയും ഇതിലടക്കം ചെയ്തിരിക്കുന്നു. അതിന്റെ കർത്താവാര? സർവജ്ഞ കൽപ്പഹ ഈശ്വരഃ. സർവജ്ഞ കൽപ്പാത് ഈശ്വരാത് അന്യഃ തസ്യ കർത്താ കഥാപി ഭവിതും ന ശക്നോതി. സർവജ്ഞനായിട്ടുള്ള ഈശ്വരനല്ലാത്ത മറ്റാർക്കും ഇതേ രീതിയിൽ ഇതേ ഘടനയിൽ വേദത്തെ പ്രകാശനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സമന്വയം ചെയ്യണം. വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് എന്ന് കണ്ടെത്തണം. വേദത്തിൽ പറഞ്ഞത് പ്രപഞ്ചത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലോ നമുക്ക് പിന്നാലെ വരുന്നവർക്ക് നമ്മൾ കണ്ടെത്തിയതിനെ അനുകൂല ഭാവത്തിൽ നിന്നുകൊണ്ട്, കൃപാഭാവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഇക്കാര്യത്തിൽ നമ്മുടെ ജനനിയാണ്, അമ്മയാണ് ആദ്യത്തെ ഗുരു. അമ്മ നമുക്ക് കോഴിയെ കാണിച്ചിട്ട് കാക്ക എന്ന് പറഞ്ഞു തരില്ല, കാക്കയെ കാണിച്ചിട്ടാണ് കാക്ക എന്ന് പറഞ്ഞു തരുന്നത്. അത് ശ്രുതിയാ. അമ്മ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. വാഴയെ കാണിച്ചിട്ട് അമ്മ പറയും വാഴ, തെങ്ങ് കാണിച്ചു തന്നിട്ട് തെങ്ങെന്ന് പറയും. അങ്ങനെ അമ്മയുടെ ഉള്ളിൽ പ്രകാശിതമായ വേദം പരമ്പരയായിട്ട് അമ്മയുടെ അടുത്ത തലമുറയിലേക്ക് അമ്മ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതിന് അമ്മ ഉപയോഗിക്കുന്ന ഭാഷയുണ്ടല്ലോ, ആ ഭാഷയ്ക്ക് നമ്മൾ പറയുന്ന സാമാന്യമായ പേരാണ് ശബ്ദം. അമ്മയുടെ ശബ്ദത്തിലാണ് അത് നമുക്ക് എന്ത് ചെയ്തത്? ട്രാൻസ്മിറ്റ് ചെയ്തത്. ആ ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്തു? ശ്രവണേന്ദ്രിയം കൊണ്ട് ഗ്രഹിച്ചു. എന്നിട്ട് ആ ഗ്രാഹ്യത്തെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്യുന്നതിന്റെ പേരാണ് ധാരണം. ആ ധാരണത്തിന്റെ ഭാവമാണ് ധാരണ എന്ന് പറയുന്നത്.
എന്റെ ധാരണയെയാണ്, എന്റെ ധാരണാശക്തിയെയാണ് മേധ എന്ന് പറയുന്നത്. മേധ. അപ്പൊ ഇവിടെ നമ്മൾ അറിയാൻ തുടങ്ങുന്നതായ വസ്തു ഒരു പേരുള്ളതാണ്, അതിന് ഒരു സ്വരൂപമുണ്ട്. ആ പേര് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ അന്വേഷിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു അത് ഇന്നതാണെന്ന് പറഞ്ഞു, നമ്മൾ അതിനെ കണ്ടു. അപ്പൊ എന്തായി? ആ വസ്തുവിന്റെ പേര് നമുക്ക് മനസ്സിലായി, ആ വസ്തുവിന്റെ രൂപം നമുക്ക് മനസ്സിലായി. ആ മനസ്സിലായതിനെ നമ്മൾ ബുദ്ധിയിൽ ധാരണം ചെയ്തു, അത് സംസ്കാരമായിട്ട് ഇവിടെ തുടരും. അപ്പോഴെന്താവും? പേര് കേൾക്കുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ ഓർക്കും, ആ വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ പേര് ഓർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമന്വയം. ഇതാണ് സമന്വയം. തത്വ സമന്വയാത് എന്ന് പറയുന്ന വേദാന്ത സൂത്രത്തിന്റെ അർത്ഥം ഇതാ. ഇങ്ങനെ സമന്വയം ചെയ്ത് പോകുമ്പോ പല വിധത്തിലുള്ളതായ പദാർത്ഥങ്ങളെ നമ്മൾ കാണും. പേരറിയുന്ന പദാർത്ഥങ്ങളെ കാണും, പേരറിയാത്ത പദാർത്ഥങ്ങളെയും കാണും. ഒന്നിനെ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ പേരറിയണം എന്നില്ല. അതുകൊണ്ടല്ലേ കണ്ടതിന് ശേഷം എന്താ പേരെന്ന് നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, കാണാനായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല, വേറൊരിടത്തായിരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും ഈ പേരോടുകൂടി ഒന്നുണ്ട്, അത് എവിടെയെന്ന് ചോദിക്കും. അപ്പൊ പേര് കേട്ടിട്ട് വസ്തുവിനെ അന്വേഷിക്കുക, വസ്തുവിനെ കണ്ടിട്ട് അതിന്റെ പേരന്വേഷിക്കുക. രണ്ടു തരത്തിലും നമ്മുടെ വ്യവഹാരം നടക്കുന്നുണ്ട്. ഞാൻ നടത്തുന്ന പോലെ തന്നെയാണ് എന്റെ സതീർത്ഥ്യനും നടത്തുന്നത്. ഞാൻ ഇപ്പോൾ നടത്തുന്നത് പോലെയാണ് എന്റെ പൂർവജന്മാരും ഇതേ നടത്തിയിരുന്നത്. എനിക്ക് വരുന്നതായ എന്റെ പിൻഗാമികൾ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ലോകത്ത് വസ്തുക്കളെയും അതിന്റെ പേരിനെയും ചേർത്ത് വെച്ചറിയുക. അത് കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗുണത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യവഹാരത്തിന്റെ. എന്താ? നമ്മൾ പേരറിഞ്ഞു, അതിന്റെ രൂപത്തെ കണ്ടു, നമ്മൾ അതിനെ വിരലുകൊണ്ടൊന്ന് തൊട്ടു നോക്കി. ആ വസ്തുവിന്റെ സ്പർശം നമുക്കുണ്ടായി. അപ്പൊ 3 പ്രമാണമായി ആ വസ്തുവിനെ സംബന്ധിച്ച്. ഒന്ന്, അതിന്റെ പേര് നമ്മൾ കാതുകൊണ്ടറിഞ്ഞു, അതിന്റെ രൂപം നമ്മൾ കണ്ണുകൊണ്ടറിഞ്ഞു, അതിന്റെ സ്പർശം നമ്മൾ വിരലുകൊണ്ട് അറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ നമ്മൾ അതിനെ ഒന്ന് എടുത്തു, ഒന്ന് നക്കി നോക്കി. നമ്മൾ തിരിച്ചറിഞ്ഞു മധുരം, അത് മധുരിക്കുന്നു. മധുരമാണെന്ന് പറഞ്ഞതാരാ? നാവ്. നമ്മൾ അതിനെ ഒന്ന് മണത്തപ്പോഴോ നെയ്യിന്റെ നറുമണം നമുക്ക് അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ പാലിൻ്റെതായിട്ടുള്ള ഒരു സുഗന്ധം നമുക്ക് അനുഭവപ്പെട്ടു. ഇതിൽ നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരേണ്ടത് ഒന്ന് മാത്രം. ഏതാണ്? അതിന്റെ പേര് മാത്രം. നമ്മൾ കേട്ടറിയേണ്ടത് മറ്റുള്ള ആളിൽ നിന്നാണ്. അതേതാണ്? അത് ശബ്ദം മാത്രമാണ് കേട്ടറിയേണ്ടത്. മറിച്ച് അതിന്റെ ഗന്ധം അത് നമുക്ക് മണക്കാം, അതിന്റെ രസം നമുക്ക് രുചിക്കാം, അതിന്റെ രൂപം നമുക്ക് കാണാം, അതിന്റെ സ്പർശം നമുക്ക് തൊട്ടു നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞതിൽ 5 ഇന്ദ്രിയ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം.
ഈ 5 ഗുണങ്ങളും ആ പദാർത്ഥത്തിൽ ഉള്ളത് കൊണ്ട് 5 ഗുണങ്ങളെയും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇനി നമ്മള് ഈശാവാസ്യ ഉപനിഷത്തിലേക്ക് വന്നേ. ഈശാവാസ്യം ഇതം സർവം. ഇതം സർവം എന്ന് വെച്ചാലോ, നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുന്നതായ, അതായത് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള സർവ പദാർത്ഥങ്ങളും യത്കിഞ്ച അതെന്തുമാവട്ടെ, ഈശാവാസ്യം. ഈശാവാസ്യം അതെല്ലാം ഈശ്വരനാൽ നിവസിക്കപ്പെടുവാൻ യോഗ്യമായവയാണ് എന്ന് വെച്ചാൽ അതിൽ എല്ലാം ഈശ്വര തത്വം കുടികൊള്ളുന്നു. അതിലെല്ലാം ഈശ്വര തത്വമുണ്ട്. കാരണം സർവവ്യാപകനാണ് ഈശ്വരൻ, ആ ചൈതന്യം സർവവ്യാപകമാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ ഈ കാണുന്നതായ ഈ പദാർത്ഥങ്ങളിലെല്ലാം ഈശ്വരൻ ഉണ്ട്. സോസ്യ നിവാസ, പാണിനീയ സൂത്രത്തെ ചേർത്ത് വെച്ച് വായിച്ചേ. ഈ കാണുന്ന എല്ലാത്തിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരൻ അവയിൽ എല്ലാത്തിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അത് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത്. ഉപനിഷത്തിന്റെ ആരംഭവാക്യമാണ് ഇത്, ഈശാവാസ്യം ഇതം സർവം എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ അറിഞ്ഞു തുടങ്ങുമ്പോ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈശ്വരൻ സാകാരനാണോ നിരാകാരനാണോ എന്ന് ചോദിക്കുമ്പോ അയാൾ നമ്മളെ കൊണ്ട് നിരാകാരനാണ് എന്ന് അംഗീകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഈശ്വരൻ നിരാകാരനാണെന്ന് നമ്മൾ അംഗീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ചോദ്യകർത്താവ്. പക്ഷേ അത് അംഗീകരിക്കാനുള്ള പക്വത നമുക്ക് ആയിട്ടില്ല. അത് വാസ്തവത്തിൽ നമ്മളോടുള്ള അസാന്ദർഭികമായിട്ടുള്ള ചോദ്യമാണ്, സാന്ദർഭികമായിട്ടുള്ള ചോദ്യമല്ല. കാരണം ലോകത്തേക്ക് വന്ന് ലോകത്ത് ഈ പറയുന്നതായ തത്വസമന്വയാത് എന്നുള്ള ആ ഒരു ഇതില്, അതിന്റെ ആ ഗതിയില് നമ്മുടെ ആദ്യ ചരണങ്ങൾ വയ്ക്കുന്നതായ ആ ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ സാകാരനാണോ നിരാകാരനാണോ എന്നുള്ള ചർച്ചയ്ക്ക് എന്തില്ല, ഒരു സാങ്കത്യവും ഇല്ല. ഒരാൾ സാകാരനാണ് എന്ന് അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ദോഷം? അപ്പൊ ഒരാൾ പറഞ്ഞു പിന്നീട് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതചര്യയിലൊന്ന് നോക്കി, പിന്നീട് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ വികസനത്തിന്റെ മാർഗത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഈശ്വരന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഒരു യുക്തിയും അതിലില്ല, അതിലൊരു യുക്തിയുമില്ല. കാരണം നമ്മളിലുള്ളതായ സമതാബുദ്ധി, സമത്വ ബുദ്ധി നമ്മളോട് പറയാണ് എന്ത്, ഇതിനെയൊക്കെ ഞാൻ സാകാരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും ഞാൻ വെള്ളത്തിലേക്ക് വന്നപ്പോഴോ ഒരു ഗുണം അതിൽ കുറഞ്ഞു. എന്താ? വെള്ളത്തിന് രസമുണ്ട്, രൂപമുണ്ട്, സ്പർശമുണ്ട്, വെള്ളത്തിന് വെള്ളം എന്നുള്ള ചെവി കൊണ്ട് കേട്ടറിയാൻ പറ്റിയ പേരുണ്ട്.
ഒരു ഗുണം വെള്ളത്തിന് കുറവാ. ഏതാ? ഗന്ധം. വെള്ളത്തിന് ഗന്ധമില്ല. ഇനി ആ വെള്ളത്തിൽ പൃഥ്വിയുടെ കണങ്ങൾ കലർന്നിരുന്നാലോ? ആ പൃഥ്വിയുടെ പാർട്ടിക്കിൾസ് അതിലുള്ളത് കൊണ്ട് അതിന് ഗന്ധം വരും. എങ്ങനെ? കട്ടൻ ചായ മണത്ത് നോക്കി, മണമുണ്ട്. വെള്ളത്തിന് മണമില്ല, പക്ഷെ അതിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് ചായപ്പൊടി ഊറ്റിക്കളഞ്ഞ്, എന്നാലും പാർത്ഥിവ പദാർത്ഥം അതിന്റെ പരമാണുക്കളെ പരിത്യജിച്ചതുകൊണ്ട് പാർത്ഥിവ പരമാണുക്കളുടെ ഗന്ധം ആ ചായയ്ക്ക് അനുഭവപ്പെടും. പൃഥ്വി പരമാണുക്കളുടെ ഗന്ധം എന്നുള്ള ഗുണത്തെ അവിടെ ജലം ധാരണം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അതിന് മണം അനുഭവപ്പെടാൻ കാരണം. വെള്ളത്തിന് മണമില്ല, മണമില്ല. ഒരു ഗുണം അതിൽ കുറവാണെങ്കിലും വെള്ളമുണ്ട് എന്ന് നമുക്ക് അറിയാം. ആരും പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ അഗ്നി എന്ന് പറയുന്ന ഭൂതത്തിലേക്ക് വന്നേ. രണ്ടു ഗുണങ്ങൾ അവിടെ കുറവാ. ആദ്യത്തെ വസ്തുവിനെ അപേക്ഷിച്ച് അഗ്നിയിൽ രണ്ടു ഗുണങ്ങൾ കുറവാ. ഏതൊക്കെയാ? ഗന്ധമില്ല, രസമില്ല. അഗ്നിക്ക് ഗന്ധവുമില്ല, രസവുമില്ല. പിന്നെയോ മറ്റു മൂന്ന് ഗുണങ്ങൾ ഏതൊക്കെയാ? അഗ്നിക്ക് രൂപമുണ്ട്, അഗ്നിക്ക് സ്പർശമുണ്ട്, കാരണം തൊട്ടാൽ അത് പൊള്ളും, സ്പർശമാണ്. അഗ്നി എന്നുള്ള പേര് അതിനുണ്ട്. വായു കൊണ്ട് ഒരാൾ പേര് പറയുന്നു, കാതുകൊണ്ട് നമ്മൾ അത് കേൾക്കും. ബാക്കിയുള്ള മൂന്ന് ഗുണങ്ങളും അഗ്നിക്കുണ്ട്. ഇനി നമുക്ക് അഗ്നിയെ വിട്ട് അടുത്ത ഭൂതത്തിലേക്ക് എല്ലാം. വായു. വായുവിലേക്ക് ചെന്നപ്പോഴോ അവിടെ മൂന്ന് ഗുണങ്ങളില്ല. ഗന്ധമില്ല, രസമില്ല, രൂപമില്ല. സ്പർശമുണ്ട്, സ്പർശമുണ്ട്. സ്പർശത്തെ കൂടാതെ അതിന്റെ പേര് വായുവാണ്, വായു എന്നാണ് എന്ന് അറിയുന്നവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ട്? ചെവി കൊണ്ട് കേൾക്കുന്നു. അവർ വായു കൊണ്ട് പറയുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. അങ്ങനെ വായുവിനെ നമ്മൾ അംഗീകരിച്ചു. അടുത്തത് ആകാശം എന്ന് പറയുന്ന ഭൂതാണ്. 5 ഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും വ്യാപിച്ചു നിൽക്കുന്നതുമാണ് ആകാശം, 5ാമത്തെ ഭൂതം. ആ 5ാമത്തെ ഭൂതത്തിന് 4 ഗുണങ്ങളില്ല. എന്തൊക്കെയില്ലാത്തത്? ഗന്ധമില്ല, രസമില്ല, രൂപമില്ല, സ്പർശവുമില്ല. ആകാശത്തിന് സ്പർശ ഗുണമില്ല. അതുകൊണ്ട് ആകാശത്തിന്റെ ഗുണമേതാ? ആകാശം എന്തുകൊണ്ട് ഭൂതം എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കണം. എന്താ അതിന്റെ ഗുണം? അതിന്റെ ഗുണമാണ് ശബ്ദം. ശബ്ദം സ്ഥിതി ചെയ്യുന്നത് ആകാശഭൂതത്തിലാണ്. വൈശേഷിക ദർശനം പറയുന്നു ശബ്ദഗുണക ആകാശ, ശബ്ദഗുണക ആകാശ. ആകാശം എന്ന് പറയുന്ന ഭൂതം ശബ്ദം എന്ന് പറയുന്നതായ ഗുണത്തോടു കൂടിയതാണ്, നിർഗുണമല്ല, സഗുണമാണ് ആകാശം. എന്നിട്ട് പറഞ്ഞു സഗുണമായ ഈ ആകാശത്തെ പോലെ തന്നെയാണ് നമ്മൾ പറയുന്നതായ ഈശ്വരൻ. ആകാശം പോലെ ഒന്നിനെയും തടയാതെ, സ്പർശഗുണമില്ലാതെ, ഗന്ധഗുണമില്ലാതെ, രൂപഗുണമില്ലാതെ, രസഗുണമില്ലാതെ, എന്താണ് ഗന്ധഗുണം, രസഗുണം, രൂപഗുണം, സ്പർശഗുണം ഇതില്ലാത്ത ഒന്നാണ് ആര്? ഈശ്വരൻ. ആ ഈശ്വരന്റെ പേര് ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം എവിടെയാണ്? ആകാശത്തിന്റെ ഗുണം. ഈശ്വരനിൽ ആ ശബ്ദവും ഇല്ല.
ഈശ്വരനിൽ ആ ശബ്ദവും ഇല്ല. അപ്പൊ ഈശ്വരനിൽ ഇല്ലാത്ത ശബ്ദത്തെ പിന്നെ എങ്ങനെയാ ഈശ്വരൻ സൃഷ്ടിച്ചത്? ആകാശത്തിൽ. ഈശ്വരനിൽ ഇല്ലാത്ത സ്പർശഗുണത്തെ ഈശ്വരൻ ആർക്കാ കൊടുത്തത്? ഈശ്വരൻ്റെതല്ല ഈ ശബ്ദഗുണം. എന്താണ് സ്പർശഗുണം? അത് വായുവിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഈശ്വരനിൽ ഗന്ധമില്ല, ഈശ്വരനിൽ രസമില്ല, ഈശ്വരനിൽ രൂപമില്ല, ഈശ്വരനിൽ സ്പർശമില്ല, ഈശ്വരനിൽ ശബ്ദമില്ല എന്ന് പറയുമ്പോ വേദാദി ശാസ്ത്രങ്ങളെ കുറിച്ച് വളരെ ഊഷ്മളമായി ചിന്തിക്കുന്ന ഒരാൾ നമ്മളോട് തിരിഞ്ഞു ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പിന്നെ ഈശ്വരന് പിന്നെ എന്താ ഉള്ളത്? ഇതൊന്നുമില്ലാത്ത ഈശ്വരനെ നമുക്ക് വേണോ? വേണോ പറ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഗുണങ്ങളും ഇല്ലാത്ത ഈശ്വരനെ നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ലക്ഷ്യമിടുന്നതായ നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത്, നമ്മുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഈ 5 ഗുണങ്ങളെ ആസ്പദമാക്കിയതാണ്. അപ്പൊ ഈ 5 ഗുണങ്ങളും ഈശ്വരനിൽ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഈശ്വരനെ ആവശ്യമില്ല എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്താവും? ഒന്നുമില്ലെങ്കിൽ നമ്മൾ നാസ്തിക മതക്കാരനായിട്ട് നിലനിൽക്കണം. അതല്ലെങ്കിലോ ഈശ്വരൻ ഉണ്ട് എന്ന് അംഗീകരിച്ചാലോ ഈ 5 ഗുണങ്ങളും ഈശ്വരനിൽ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരൻ നിരാകാരനാണോ സാകാരനാണോ എന്നുള്ളതായിട്ടുള്ള ആ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഈശ്വരൻ നിരാകാരനാണെന്നുള്ള മറുപടിയാണ് നമ്മൾ നൽകേണ്ടതെങ്കിൽ നമ്മളോടുള്ള ആ ചോദ്യം സാന്ദർഭികമല്ല, അസാന്ദർഭികമാണ്. ആ ചോദ്യം നമ്മളോട് ചോദിക്കാനുള്ള പക്വത ആയിട്ടില്ല. കാരണം നമ്മുടെ ലൗകിക അനുഭവം അതേ അളവിൽ ഉയരട്ടെ. പിന്നെ പറഞ്ഞു എന്ത്? ഈശ്വരൻ സാകാരനാണെന്ന് പഠിച്ചു വച്ചാൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എന്താ ബുദ്ധിമുട്ട്? കാരണം പഠിച്ചു വെച്ചതിന്റെ സംസ്കാരം ഉണ്ടാവും. അത് നമ്മുടെ ബോർഡിൽ എഴുതിയത് പോലെയാ. ബോർഡിൽ എഴുതി വായിച്ചു നോട്ട് പകർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡസ്റ്റർ ഉപയോഗിച്ച് മായ്ക്കും നമ്മളത്. അതുപോലെ നമ്മൾ മുൻകാലങ്ങളിൽ എത്രയോ സിദ്ധാന്തങ്ങളെ നമ്മുടെ വികസനത്തിൻ്റെതായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. പാകതയെത്തിയപ്പോൾ അതിനെ മാറ്റി. ഒരു ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. സൂര്യൻ കിഴക്കുദിക്കുന്നു, ഒരു സ്റ്റേറ്റ്മെന്റാ. താഴ്ന്ന ക്ലാസ്സുകളിലെ പാഠങ്ങളിൽ നമ്മൾ സൂര്യനെ കുറിച്ച് ആദ്യമായിട്ട് പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത്. കുറച്ചു കഴിയുമ്പോ ദർശനശാസ്ത്രം ആ ശൈലിയെ മാറ്റാൻ നമ്മളോട് ആവശ്യപ്പെടും. നമ്മൾ മാറ്റുകയും ചെയ്യും. കാരണം നമ്മൾ ദർശനത്തിന്റെ മണ്ഡലത്തിലേക്ക് സംക്രമിച്ചിരിക്കുക. എന്താ മാറ്റം? ദർശനം പറയുന്നു സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക്. ആദ്യം നമ്മൾ പഠിച്ചത് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നാണ്. അപ്പൊ സൂര്യൻ ഉദിക്കുക, എവിടെ ഉദിക്കും? ഇതാണ് കിഴക്ക്. അങ്ങനെ പോയി കിഴക്കിനെ കണ്ടിട്ട് സൂര്യൻ അവിടെ പോയി നിൽക്കുകയല്ല ചെയ്യുക.
നമ്മളങ്ങനെ നിൽക്കുന്നവരാ. പക്ഷെ സൂര്യൻ അങ്ങനെയല്ല നിൽക്കുന്നത്. സൂര്യൻ എവിടെ നിൽക്കുന്നോ അതിനെ നമ്മൾ കിഴക്ക് എന്ന് മാർക്ക് ചെയ്തിരിക്കുക. പക്ഷെ നമ്മളെ പഠിപ്പിക്കുമ്പോഴോ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെയോ, ഞാനെന്നാ ജനിച്ചത്? അപ്പൊ ഇന്ന ദിവസമാണ് ജനിച്ചത്. അതിനുമുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ. നമ്മുടെ ജ്ഞാനത്തിന്റെ ആ ഒരു പരിപാകതയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? എന്റെ അമ്മയുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ വേദാന്തത്തിലേക്ക് ചെല്ലുമ്പോൾ വേദാന്തം പറയുന്നു അമ്മയുടെ പുത്രനായിട്ട് നീ ജനിക്കുന്നതിന് മുമ്പ് നീ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം നീ ജനിച്ചിട്ടുണ്ട്. അംഗീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? പാകത എത്തിക്കഴിയുമ്പോ ഒരു ബുദ്ധിമുട്ടില്ല. അടുത്തത്, നമുക്കൊരു കുഞ്ഞനിയനുണ്ടായി. അനിയൻ ഉണ്ടാകുന്നവരെ അമ്മയുടെ മടി കയറി കളിച്ചിരുന്നു നമ്മള്. അനിയൻ ഉണ്ടായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അമ്മ നമ്മളെ മടി കയറ്റിയില്ല. വിളക്കിനായിട്ട് ദേഷ്യപ്പെട്ടു, കരഞ്ഞു, നെഞ്ചത്തിട്ടടിച്ചു, നെല്ലൊടിച്ചു. എന്നിട്ട് അമ്മ കയറ്റിയില്ല. അവസാനം എന്ത് ചെയ്തു? അമ്മമ്മ ഒന്ന് നമ്മളെ എടുത്തിട്ട് പോയി, അല്ലെങ്കിൽ മുത്തശ്ശി ഒന്ന് എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, ആ അമ്മയുടെ അടുത്ത് പോണ്ടാട്ടോ, അമ്മയ്ക്കിട്ട് എന്ത് ചെയ്യണം, നമുക്ക് രണ്ടാറ്റി കൊടുക്കണം, അമ്മയെ നമുക്ക് എന്ത് ചെയ്യണം, വെളിച്ചത്തിരുത്തി ഊട്ടിയിട്ട് ഇരുട്ടത്ത് എടുത്തി ഉറക്കാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? കൊച്ചിനെ അത് പറഞ്ഞപ്പോഴെന്തായി? കൊച്ചിന് സമാധാനമായി. എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കി, അല്ലേ? വളരെ വിഡിത്തം നിറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്ത്? വെളിച്ചത്തിരുത്തി ഉറക്കിയിട്ട് അല്ലെ ഊട്ടിയിട്ട് ഇരുട്ടത്ത് കിടത്തി ഉറക്കാന്നുള്ളത്. പക്ഷെ അമ്മമ്മയുടെ ആ ഭാവം ഏത് ടോണിലാണോ കേട്ടത്, അപ്പൊ നമ്മൾ തോന്നി അമ്മയ്ക്ക് പറ്റിയ ഒരു ഒന്നാം തരം ശിക്ഷയാണെന്ന് നമ്മൾ ധരിച്ചു. പിൽക്കാലത്ത് നമ്മുടെ ജ്ഞാനവിജ്ഞാന സമാർജനത്തിന് ഈ വിശ്വാസം വല്ല തടസ്സവുമായോ? നമ്മൾ കളിക്കോപ്പ് ഉപയോഗിച്ചാണ് കളിച്ചത്. പ്രായമായപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു അത് കളിക്കോപ്പാണെന്ന്, അല്ലെ? പിന്നെയോ, അപ്പൊ കളിക്കോപ്പിനെ നമ്മൾക്ക് ഉപയോഗപ്രദമായ മറ്റു വസ്തുക്കളിൽ നിന്ന് കളിക്കോപ്പിനെ നമ്മൾ നിസ്സാരമായി കണ്ടു ഏറിയപ്പോ. പക്ഷെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴോ ആ കുഞ്ഞിന്റെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ആ കളിക്കോപ്പിന് നമ്മൾ വലിയ മഹത്വം കൊടുത്തു. അപ്പൊ കളിക്കോപ്പിന് മഹത്വം കൊടുക്കുക, പിന്നെ അതിന്റെ മഹത്വത്തെ മാറ്റി നമ്മൾ മറ്റൊന്നിനെ മഹത്വവൽക്കരിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോഴോ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കുഞ്ഞുണ്ടായപ്പോൾ നമ്മൾ കളിക്കോപ്പിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവൻ ആവശ്യപ്പെട്ട കളിക്കോപ്പ് അവന് മേടിച്ചു കൊടുത്തു. നമ്മുടെ വികാസത്തിന് വല്ല തടസ്സമുണ്ടായോ? അതുകൊണ്ട് ഈശ്വരൻ സാകാരനാണെന്ന് പറയുന്ന ഈ സാകാര ഉപാസന, ആ സാകാര ഉപാസന പിന്നീട് നമ്മൾക്ക് ചെയ്യാനിരിക്കുന്ന നിരാകാര ഉപാസനയുടെ അടിത്തട്ടാണ്, പൂർവ്വരൂപമാണ്. ആ പൂർവ്വരൂപത്തെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സാകാര ഉപാസനയിലാണ് യോഗത്തിന്റെ ആദ്യഘട്ടമാകുന്ന സംപ്രജ്ഞാത സമാധി ഉണ്ടാവുക. സഗുണോപാസനയാണ് സംപ്രജ്ഞാത സമാധിയുടെ തലം. പതഞ്ജലി അതിനെ യോഗമായിട്ട് അംഗീകരിച്ചിട്ട് യോഗശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തി. നിർഗുണ ഉപാസനയുടെ നിരാകാര ഉപാസനയുടെ തലമാണ് ഇത് അസംപ്രജ്ഞാത സമാധി. അത് രണ്ടാം ഘട്ടമാണ്. സംപ്രജ്ഞാതമില്ലാത്തവൻ എങ്ങനെ അസംപ്രജ്ഞാതം ഉണ്ടാവുക? അപ്പൊ സാകാരമാണോ നിരാകാരമാണോ എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ അത് നമ്മുടെ ജ്ഞാനത്തിന്റെ പരിപ്രേക്ഷ്യം. ആ പരിപ്രേക്ഷ്യമാണ് എന്ത്?
സാകാരമാണ് അല്ലെങ്കിൽ നിരാകാരമാണ് എന്നുള്ളതായ ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത്. അറിയും തോറും നമ്മൾ അറിഞ്ഞത് അതിനെ വിടും, അതിനെ മോശമായി കണ്ടുകൊണ്ടല്ല, മറിച്ച് ആ കാലത്ത് എനിക്ക് ഉപകരിച്ചത് ആ ദർശനമാണ്, ഈ സമയത്ത് എനിക്ക് വേണ്ടത് ഈ ദർശനമാണ്. ആ സമയത്ത് എന്റെ മനസ്സ് അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിലാണ് അകപ്പെട്ടത്. കുറെ കഴിഞ്ഞപ്പോഴോ ഞാൻ അതിനെ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കടന്ന് ഈ സ്റ്റേജിലേക്ക് വന്നു. വാസ്തവത്തിൽ ആ സ്റ്റേജ് മോശമാണോ? അല്ല. വാസ്തവത്തിൽ അതല്ല എന്ന് നമുക്ക് അതിനെ പരിത്യജിക്കാൻ കഴിഞ്ഞത് അതിനെ അറിഞ്ഞപ്പോഴാണ്. അതിനെ അറിഞ്ഞതോ അതിനെ സ്വീകരിച്ചപ്പോഴാണ്. അപ്പൊ നമ്മുടെ വിശ്വാസം എന്തായാലും ആ വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കുക, ആ വിശ്വാസവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. ആരും അതിൽ തടസ്സമാകാൻ പാടില്ല. അതിനെ കളിയാക്കുകയോ അതിനെ വികൃതമാക്കി ചിത്രീകരിക്കുകയോ ചെയ്യാൻ പാടില്ല. അതെല്ലാം വേദന ഉളവാക്കുന്നതായ കാര്യങ്ങളാണ്. അത് ഈശ്വരന് പോലും ഇഷ്ടമാവില്ല. ഇവിടെ കുട്ടിക്ക് കളിക്കോപ്പ് മേടിച്ചു കൊടുക്കാണ്ടിരുന്നാൽ ഈശ്വരന് ഇഷ്ടാവോ? നമ്മുടെ ചിന്താശൈലിക്ക് അനുസരിച്ച് ഉത്തരം പറയണേ. ഗ്രന്ഥത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെയല്ല പറയേണ്ടത്. ഗ്രന്ഥത്തിൽ പറയുന്നത് പറയാനല്ല നമ്മൾ ദർശനത്തിന്റെ പ്രകരണം തുടങ്ങിയത്. മറിച്ച് നമ്മൾ എന്താണോ ദർശിച്ചത്, ആ ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതുവരെ ചെയ്ത വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ കാര്യങ്ങളെ നോക്കിക്കാണാനും തുടർന്നുള്ള പ്രകരണത്തിലേക്ക് കാൽ വയ്ക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് യോഗശാസ്ത്രം പറഞ്ഞിട്ട് തസ്യ ഭൂമിഷു വിനിയോഗ. നമ്മൾ ഏത് ഭൂമിയിലാണോ ഏത് പ്രതലത്തിലാണോ നിൽക്കുന്നത്, ആ പ്രതലത്തിൽ എന്താണോ നമ്മുടെ സാമഗ്രി, ആ സാമഗ്രി വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നേറാൻ. ആരുടെയെങ്കിലും ആശയത്തിനനുസരിച്ച് ജീവിക്കലല്ല, മറിച്ച് യാതൊരു തരത്തിലുള്ളതായ പ്രതിഫലേച്ഛയും കൂടാതെ ഈ പ്രപഞ്ച സത്യത്തെ ദർശിച്ച ഋഷിമാർ പലവിധ ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതിക്കനുസരിച്ച് വിവിധങ്ങളായിട്ടുള്ള ഉപദേശങ്ങളെ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഒപ്പം തന്നെ എന്ത് വേണം? ഈ സാമർഥ്യമെല്ലാം നമുക്കുണ്ടെങ്കിലും ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറയുന്നതായ ആവർത്തനം എന്താ? സമന്താത് വർത്തനം, ആവർത്തനം. റെപ്പിറ്റേഷൻ എന്നല്ല ആവർത്തനത്തിന്റെ അർത്ഥം, നന്നായി പ്രകാശിക്കൽ എന്നാണ്. അപ്പൊ ഈശ്വര പ്രധാനം എന്താ? നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശ്വരന്റെ പ്രസന്നത, ഈശ്വരൻ നമ്മളിൽ പ്രസന്നനാകണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആവർത്തിത ഈശ്വര തം അനുഗൃഹ്ണാതി. അങ്ങനെ ആവർത്തിതനായ നന്നായി പ്രകാശിതനായ ഈശ്വരൻ അവനെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഈശ്വര പ്രധാനം വേണ്ടത്. സമയം ആയി.